ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രഭാതം കണ്ടുകൊണ്ടങ്ങ് തുടങ്ങാം. ഏകദേശം ഒരു 6:30-7 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു എന്നാണ് എൻ്റെ ഓർമ്മ. തലേന്ന് അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലയിലൊക്കെ ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഡ്രോപ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പല്ല് തേക്കാൻ പോയി. ഇന്ന് ഒരുപാട് പണിയുള്ള ദിവസമാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, ബാവക്കുട്ടിയുടെ പല്ലടയാണ്. പല്ലട കുറച്ചുകൂടെ ഒരു ഫേമസ് ആവാൻ തുടങ്ങിയത് റീസെൻ്റ്ലി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതിനെപ്പറ്റി ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇത് പ്രോപ്പർ വേയിലാണോ ഇങ്ങനെയാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഒരു പല്ലട അറേഞ്ച് ചെയ്തു. ജസ്റ്റ് പല്ലടയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ, ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ അറിയുന്നത്. പല്ലട എന്ന് പറയുന്നത് മലബാർ റീജിയനിലൊക്കെ നടന്നു വരുന്ന, കോഴിക്കോട് അങ്ങോട്ടൊക്കെ നടന്നു വരുന്ന ഒരു ഫംഗ്ഷനാണ്. കുട്ടിയുടെ ആദ്യ പല്ല് വരുമ്പോൾ നടത്തുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ പല്ല് കൊഴുക്കട്ട എന്നും പറയും. അപ്പം അന്നത്തെ ദിവസം പല്ല് കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് ആദ്യം കൊടുക്കുന്നു, അങ്ങനെ എന്തോ ആണ് ആ ചടങ്ങ്. അപ്പം ഞാനും രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കി. എന്നിട്ട് മാവയെ മടിയിലെടുത്തിട്ട് മാവയ്ക്ക് വായി വെച്ച് കൊടുക്കും. അതാണ് ആ ഫംഗ്ഷൻ്റെ സ്റ്റാർട്ടിങ്. അപ്പം വഴിയെ ഓരോന്നായിട്ട് പറയും. അന്നക്കുട്ടി അപ്പുചേട്ടന് ഉണർന്നിട്ടില്ല. അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് വിളക്കൊക്കെ തേച്ച് വെക്കാൻ വേണ്ടി പോയിട്ട്, കാരണം ഇത് വിളക്ക് കത്തിച്ചിട്ട് ചെയ്യുന്നൊരു ചടങ്ങാണ്. വിളക്ക് തേക്കാൻ പോയപ്പോഴേ ഞാൻ ഹെയർ ഓയിലും ഫേസ് പാക്കും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് പോയത്. അപ്പം എല്ലാം കഴുകി കഴിഞ്ഞാൽ ഓടിപ്പോയി കുളിക്കാമല്ലോ. അങ്ങനെ വിളക്കൊക്കെ തേച്ച് എല്ലാം എടുത്ത് സിറ്റ് ഔട്ടിൽ കൊണ്ടെല്ലാം വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുളിക്കാൻ പോയി. അപ്പോഴും അന്നക്കുട്ടി അപ്പുചേട്ടനും ഒക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. കുളിച്ചു റെഡിയായി സാരി ഉടുത്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത് തറയൊന്നും തുടച്ചില്ല. വിളക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പം തറയൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. പിന്നെ ആ സാരി ഉടുത്ത വേഷത്തിൽ തന്നെ ഞാൻ പോയി തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ. പിന്നെ ഹാളിലാണ് നടത്തുന്നത്, അതുകൊണ്ട് ഞാൻ വിളക്കൊക്കെ എടുത്ത് ഹാളിൽ വെച്ചു. പിന്നെ അമ്മൂൻ്റെ ഒരു സെറ്റും മുണ്ടും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിൻ്റെ പുറത്ത് ഇനി നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് വെക്കും. അപ്പോൾ ആദ്യം ഞാൻ വെച്ചത് പൈസയാണ് കേട്ടോ. പൈസ വെക്കുന്നത് കൊണ്ട് ഇതിലെല്ലാം പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പൈസ വെക്കുന്നത് ഭയങ്കര റിച്ച് ആയിരിക്കും എന്നും, ബുക്കും പേനയാണെങ്കിൽ ഭയങ്കര സ്റ്റുഡിയസ് ആയിരിക്കും എന്നും. ചിലങ്ക പിന്നെ എനിക്ക് ഡാൻസ് ഇഷ്ടമായതുകൊണ്ട് അത് ഞാൻ വെച്ചു. പിന്നെ പൂ വെച്ചാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു സുഗന്ധമുള്ളതായിരിക്കും എന്നും. ടോയ്സ് വെക്കുന്നത് അതാണ് എടുക്കുന്നതെങ്കിൽ കുട്ടി ഭയങ്കര ജോയ്ഫുള്ളായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ എന്തെങ്കിലും സ്വീറ്റ് വെക്കണം, അല്ലെങ്കിൽ അതാണ് എടുക്കുന്നതെങ്കിൽ ഫുഡി ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഇതിലാണ്. പിന്നെ ഇഞ്ഞപ്പെണ്ണ് വന്നു, കൊഴുക്കട്ട കൊണ്ടുവന്നു. ഞാനും അപ്പൂട്ടനും കൂടി വാവയ്ക്ക് വായി വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും അവൾ മടിയിലൊന്നും ഇരിക്കുന്നില്ല, ആളിറങ്ങി പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ആളെ നമ്മൾ കുറച്ച് ദൂരം മാറ്റി വെച്ചിട്ട് 3 വട്ടം ആൾ ഇതിന് 3 ഐറ്റംസ് എടുക്കണം. ഇതൊരു ചടങ്ങ് പോലെയാണ്. അത് എടുക്കുന്നത് പോലെ ആയിരിക്കണം ലൈഫ്, അങ്ങനെയില്ല. അത് നമുക്കൊരു രസം. ഞാളപ്പം നീന്തി തുടങ്ങിയിട്ടുണ്ട്. ഏത് വേണം എന്നെ കുട്ടിക്ക്? ചേട്ടന്റെ അപ്പം ആദ്യം അന്നക്കുട്ടി എടുത്തത് പൈസയാണ് കേട്ടോ. അപ്പം ഇനി ഒന്നേന്ന് പുറകിക്കൊണ്ട് ഇരുത്തിയിട്ട് ആളിനി ഒന്നേന്ന് നീന്തി വരും. വെച്ചോ. അന്നക്കുട്ടി പൊന്നിന് ഏത് വേണമെങ്കിലും എടുത്തോ. അപ്പൂട്ടാ മാറ മക്കളെ. അതൊക്കെ അപ്പോ വിളക്കിരിക്കുന്നു. ഓടി വാ കുട്ടി, ഓടി വാ. രണ്ടാമത് പൊന്നു ചിലങ്ക എടുത്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പിന്നെ നമ്മൾ ചിലങ്കയൊക്കെ മാറ്റി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് വെച്ചു. ചിലങ്കയും പൈസയൊക്കെ എടുത്തപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു, അമ്മയെപ്പോലെ തന്നെയാണ് മോളെന്ന്. നോക്കിയാണ് അത് എടുക്കട്ടെ. ചേട്ടൻ രക്ഷപ്പെടും, ചേട്ടൻ രക്ഷപ്പെട്ട അനിയത്തി രക്ഷപ്പെടും. അതാണ് സ്നേഹം. പരസ്പര സ്നേഹം എന്നും വേണം. അല്ലേ പൊന്നു? പൊന്നിന് കാശ് വരുമ്പോൾ എനിക്ക് കൂടെ തരണേ എന്നാണ് അപ്പച്ചേട്ടൻ പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ശത്രുത വെച്ച് പുലർത്തുന്ന സഹോദരി സഹോദരന്മാരെ എനിക്കറിയാം. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ.
പരസ്പരം സ്നേഹത്തോടെ വളരാനാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വിധി എന്തോ അത് അതുപോലെ വരട്ടെ. പിന്നെ ഞങ്ങൾ ഒരുങ്ങിയൊക്കെ റെഡി ആയതല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് 2 റീലൊക്കെ എടുത്തു. ഞാൻ കുറച്ച് ബിറ്റ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം. പാട്ട് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് മ്യൂട്ട് ചെയ്തേക്കാണ് കേട്ടോ. ഞാനും വാവക്കുട്ടിയും കൂടെയുള്ള റീലെടുത്തത് വായിൽ ഇങ്ങനെ ഫോണൊക്കെ വെച്ചിട്ട് ഇപ്പോൾ വാവക്കുട്ടിയെ എടുത്ത് കറക്കില്ലേ, അപ്പോൾ അങ്ങനെ റീലെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ശ്രീയും കൂടി കനിമ കളിച്ചു കേട്ടോ. കുറേ നാളെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു, പക്ഷേ റെഡി എടുക്കണം മടിയൊക്കെ കൊണ്ടാണ് എടുക്കാതിരുന്നത്. അപ്പോൾ ഇതാണ് വാവക്കുട്ടിയുടെ പലയുടെ ഫംഗ്ഷൻ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെയുള്ള കുട്ടി നിമിഷങ്ങളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസിന് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.